2019 സെപ്റ്റംബറിലാണ് വിവാഹം നടന്നത്. കല്യാണത്തിൻ്റെ അന്ന് കുറേ ഓർണമെൻറ്റ്സ് എന്തായാലും ഉണ്ടായിരുന്നു. ആ ഓർണമെൻറ്റ്സ് നമ്മൾ പൊസഷനിൽ എടുത്തിട്ടുമില്ല. നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ എടുക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. 2015 എൻഡ് 2016 ചേട്ടന് ഈ ട്രിനിറ്റി കോളേജ് ഡബ്ലിനിൽ അഡ്മിഷൻ കിട്ടുന്നത്. അഡ്മിഷൻ എന്ന് വെച്ചാൽ അതൊരു പെയ്ഡ് സ്കോളർഷിപ്പാണ്. അവരുടെ ഒരു റിസർച്ച് പ്രോഗ്രാമിന് ചേട്ടനെ PhD റിസർച്ച് ചെയ്യാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്ത് അവർ ട്യൂഷൻ ഫീസും നോൺ ട്യൂഷൻ ഫീസും ഉൾപ്പെടെയുള്ള എക്സ്പെൻസസ് ബെയർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ചേട്ടന് സ്കോളർഷിപ്പ്, ഫുള്ളി പെയ്ഡ് സ്കോളർഷിപ്പ് കിട്ടിയാണ് ചേട്ടൻ അയർലൻഡിലോട്ട് പോകുന്നത്. അത് മാത്രമല്ല ചേട്ടന് ഇവിടെയും ബാക്കി അങ്ങനെ വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഇൻകം മേടിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതിന് മുന്നേ ചേട്ടൻ ഒരു 11 months ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. NIT കാലിക്കറ്റിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ ജോലി കിട്ടുന്ന സമയത്ത്, ഈ PhDക്ക് പോകുന്ന സമയത്ത്. അപ്പം അങ്ങനെ വേറൊരു സ്ഥലത്തുനിന്ന് പൈസയോ സ്വർണ്ണമോ മേടിച്ചിട്ട് പോവേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെയല്ല, അതല്ല വാസ്തവം. ഇപ്പോൾ ഈ പറയുന്ന 200 പവൻ സ്വർണം, കുറേ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഇപ്പം ഗ്രീമ ചേച്ചി മരിക്കുന്നതിൻ്റെ ആ ദിവസം നമുക്ക് പലവർക്കും സൂയിസൈഡ് നോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ. എനിക്കും കിട്ടിയിട്ടുണ്ട്, എൻ്റെ നെയ്ബേഴ്സ്, എൻ്റെ ഫാമിലി, എല്ലാവർക്കും, പലവർക്കും, ഇഷ്ടംപോലെ ആൾക്കാർക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ആക്ച്വലി ഒരു 3 പാർട്ടുണ്ട്. ഒന്ന്, സൂയിസൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. 2, ഈ പറയുന്ന 200 പവൻ സ്വർണം അല്ലെങ്കിൽ അവരുടെ ഈ പൈസ, ആഭരണങ്ങൾ, ബാക്കി കാര്യങ്ങൾ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്നും അത് എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള പൂർണ്ണ ഡീറ്റെയിൽസും ഇത് അവരുടെ അങ്കിളിന് കൊടുക്കണമെന്നും ഒക്കെ പറയുന്നത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് ഈ സൂയിസൈഡ് നോട്ടിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരും പുറത്ത് പറയാതെയാണ് നമ്മൾ സ്ത്രീധനത്തിന് വേണ്ടി കല്യാണം കഴിച്ചു എന്നും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വത്തുക്കളും സ്വർണ്ണവും ഒക്കെ നമ്മൾ അപഹരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. ചേട്ടൻ്റേതായിട്ടുള്ള എഡ്യൂക്കേഷനും ലൈഫിനും ആവശ്യമുള്ള പൈസ ചേട്ടൻ്റെ സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഈ കാലങ്ങളിലൊക്കെ ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് മാനേജറായിട്ട് കറൻ്റ്ലി അവിടെ ഒരു സെയിം യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു, അവിടെ തന്നെ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീധനത്തിൻ്റെയോ പൈസയുടെയോ കാര്യവും ഇല്ല. അത് ചേട്ടന് വേണ്ട ആവശ്യവും വന്നിട്ടില്ല, എടുത്തിട്ടുമില്ല. അതിനൊക്കെ ഉള്ള റെക്കോർഡ്സ് ആ പുള്ളിക്കാരിയുടെ സൂയിസൈഡ് നോട്ടിൽ തന്നെ സത്യം പറഞ്ഞാൽ ഉണ്ട്. അതാരും പക്ഷെ പ്രചരിപ്പിക്കുന്നില്ല. അതാണ് വാസ്തവം. ചില മരണങ്ങൾ എന്ന് പറയുന്നത് അത് വെറും വാർത്തകളല്ല, അവ നമുക്ക് നേരെ പിടിച്ച കണ്ണാടികളാണ്. തിരുവനന്തപുരത്ത് നന്തൻകോട് നടന്ന ആ ഒരു ആത്മഹത്യ, ഗ്രീമയും അമ്മ സജിതയും ഒരുമിച്ച് ജീവനൊടുക്കിയത് കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. പക്ഷെ ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങളോ നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. ഒരു പുരുഷന് തന്റെ ഭാര്യയോട് ഇത്രയേറെ ക്രൂരത കാണിക്കാൻ കഴിയുമോ? 5 വർഷം നീണ്ട ആ ചതിയുടെ ചുരുളുകൾ ഇതാ ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ ഗ്രീമയെ ഉണ്ണികൃഷ്ണൻ ഉപേക്ഷിച്ച മട്ടിലായിരുന്നു. പഠനത്തിന്റെ പേരും പറഞ്ഞ് അയാൾ വിദേശത്തൊക്കെ പറന്നു. അവിടെ അയാൾ വിഹരിച്ചത് തന്റെ യഥാർത്ഥ താല്പര്യങ്ങൾക്കൊപ്പമായിരുന്നു. ഗ്രീമ ഇവിടെ ഓരോ ദിവസവും പാസ്പോർട്ട് നോക്കി കാത്തിരുന്നു. ഇന്ന് വിളിക്കും, നാളെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് കരുതി. പക്ഷേ ഉണ്ണികൃഷ്ണൻ തായ്ലാന്റിലും കോപ്പൻഹേഗനിലുമായിരുന്നു. അവിടെ അയാൾ ആൺ സുഹൃത്തുക്കൾക്കൊപ്പമാണ്, രഹസ്യ ഗ്രൂപ്പുകളിൽ സജീവമായിരുന്നു. തന്റെ ലൈംഗിക സത്വത്തെ മറച്ചു വെക്കാൻ അയാൾ ഗ്രീമയെ ഒരു മറയായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ണികൃഷ്ണന്റെ കുടുംബം ആരോപിക്കുന്നത് ഗ്രീമയുടെ അമ്മയുടെ സ്വാർത്ഥതയാണ് എല്ലാത്തിനും കാരണം എന്നാണ്. ഇത് മിക്ക കുറ്റവാളികളും ചെയ്യുന്ന ഒരു തന്ത്രമാണ്, ഇരയെ മാനസികമായിട്ട് തകർക്കാൻ അവര് തന്നെ കുറ്റപ്പെടുത്തുക എന്നുള്ളത്. രണ്ടാമത് ഗ്രീമയെ അയാള് ലോക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. അതായത് PhD പഠനത്തിൽ ശ്രദ്ധിക്കാനും അതുപോലെ ആരോടും സംസാരിക്കരുത് എന്ന് ഗ്രീമയെ അയാൾ നിർബന്ധിച്ചു. ഇത് സത്യത്തിലെ സ്നേഹം കൊണ്ടായിരുന്നില്ല, മറിച്ച് തന്റെ രഹസ്യ ജീവിതം അവൾ അറിയാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിരുന്നു അത്. സജിതയും മകളും ആത്മഹത്യ ചെയ്തത് അഭിമാനശതം പേടിച്ചാണെന്ന് ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ പറയുന്നുണ്ട്. സത്യത്തിൽ വിവാഹബന്ധം വേർപെടുത്താൻ ആഗ്രഹിച്ചിരുന്നിട്ടും കഴിയാതെ പോയ ആ പെൺകുട്ടിയുടെ നിസ്സഹായതയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഭാര്യയുടെ അച്ഛൻ മരിച്ചിട്ട് ഒന്ന് വിളിക്കാൻ പോലും അയാൾ തയ്യാറായില്ല. ഇതിനേക്കാൾ വലിയ എന്ത് തെളിവാണ് അയാളുടെ മനോഭാവത്തിന് വേണ്ടത്? മരണശേഷം പോലും രക്ഷപ്പെടാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാൻ മുംബൈ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അയാൾ അവിടെ കുടുങ്ങിയത്. ഒരു ബന്ധുവിന്റെ മരണാന്തര ചടങ്ങിന് വന്നപ്പോൾ അയാൾ അമ്മയ്ക്കും മകൾക്കും നൽകിയത് താങ്ങാനാവാത്ത ഒരു മാനസിക വേദനയാണ്. ഒരുപക്ഷെ എനിക്ക് നിന്നിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്റെ ജീവിതം മറ്റൊന്നാണ് എന്ന് അയാൾ ക്രൂരമായിട്ട് വിളിച്ചു പറഞ്ഞതാകാം അവരെ ആത്മഹത്യയിലേക്ക് നയിപ്പിച്ചത്. സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇതാണ്. അതായത് സ്വന്തം ലൈംഗിക താല്പര്യങ്ങൾ തുറന്നു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഒരു നിരപരാധിയായ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. ഗ്രേ ഗ്രൂപ്പുകളിൽ സജീവമായിരുന്ന ഉണ്ണികൃഷ്ണൻ എന്തിനാണ് ഗ്രീമയെ വിവാഹം കഴിച്ച് 5 വർഷം ആ പെൺകുട്ടിയെ ഇരുട്ടിൽ നിർത്തിയത്? ഇതിനെ വിവാഹം എന്നല്ല, ജീവിതകാലം നീണ്ട പീഡനം എന്നാണ് വിളിക്കേണ്ടത്. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ കസ്റ്റഡിയിലാണ്, പക്ഷേ ഗ്രീമയും അമ്മയും ഇനി മടങ്ങി വരില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ പദവിക്ക് വേണ്ടിയിട്ട് സത്യങ്ങളെല്ലാം മൂടി വെക്കുന്നത്? ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചുറ്റുമുള്ള പെൺകുട്ടികൾക്ക് ഇത്തരം കെണികളെ തിരിച്ചറിയാൻ ഇത് സഹായിച്ചേക്കാം.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ തീർച്ചയായിട്ടും അറിയിക്കുക.